ഒരു കണ്ണിന് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടു. ഒരു കണ്ണിന് 40% കാഴ്ചയുണ്ടായിരുന്നുള്ളൂ. അത് കോർബനുള്ള പ്ലാസ്റ്റിക് കവറായിരുന്നു. അതെൻ്റെ കണ്ണിൽ കുത്തി മുറിഞ്ഞു. മോളുടെ ട്യൂമർ പൂർണ്ണമായും സുഖപ്പെട്ടിരിക്കുന്നു, ട്യൂമർ ഇല്ല എന്ന്. അപ്പോൾ തന്നെ അച്ചുമോളെ വിളിച്ചു ഡോക്ടർ. എൻ്റെ പേര് പ്രിയ. ഞങ്ങൾ ശാന്തിനഗറിലാണ് താമസിക്കുന്നത്. കാഞ്ഞിരക്കുല്ലി മണിക്കടവിനും ഇടയിൽ. ഇതെൻ്റെ മകൾ ആസ്ട്രിഡ് ഇവാൻ. അവളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ഒരു കണ്ണിന് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടു. ഒരു കണ്ണിന് 40% കാഴ്ചയുണ്ടായിരുന്നുള്ളൂ. അവൾ UKG പഠിക്കുന്ന സമയത്താണ് അവൾക്ക് പിറ്റ്യൂട്ടറി ട്യൂമറാണെന്ന് അറിയുന്നത്. അവിടെ നിന്നുമാണ് ജോൺ പോൾ പാപ്പായുടെ മധ്യസ്ഥം വഴി അനുഗ്രഹം ലഭിച്ചത്. ഇന്ന് അവൾ ട്യൂമറിൽ നിന്ന് മുക്തയായി. ഈശോ സ്തുതിക്കട്ടെ. എൻ്റെ പേര് ആസ്ട്രിഡ്. എൻ്റെ പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ശക്തി എന്നാണ്. ഞാൻ പഠിക്കുന്നത് ഹാദർ ഗാജി മെമ്മോറിയൽ UP സ്കൂൾ കാഞ്ഞിരക്കൊല്ലിയിലാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. UKGയിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് പിറ്റ്യൂട്ടറി ട്യൂമറാണെന്ന് അറിയുന്നത്. ഈ വലത്തെ കണ്ണിന് എനിക്ക് 40%, ഇടത്തെ കണ്ണിന് എനിക്ക് പൂർണ്ണമായും കണ്ണിന് കാഴ്ചയില്ല. ഒരു ദിവസം എനിക്ക് പനിയായതിനാൽ ഞാൻ ക്ലാസ്സിൽ പോയില്ല. ഞാൻ വീട്ടിലായിരുന്നു. ഞാൻ പുസ്തകം എടുക്കാൻ പോയപ്പോൾ പ്ലാസ്റ്റിക് കവർ അവിടെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കോർബനുള്ള പ്ലാസ്റ്റിക് കവറായിരുന്നു. അതെൻ്റെ കണ്ണിൽ കുത്തി മുറിഞ്ഞു. അങ്ങനെ ഇരിട്ടിയിലെ അമല ഹോസ്പിറ്റൽ ഡോക്ടർ മുഹമ്മദ് ജവാദ് ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ എനിക്ക് മരുന്നൊക്കെ തന്ന് വിട്ടു. എന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, ഇവളുടെ കണ്ണിന് കാഴ്ച ഇല്ലെന്ന് തോന്നുന്നുണ്ട്. തലശ്ശേരി ഹോം ട്രസ്റ്റ് ആശുപത്രിയിൽ പോകാൻ അമ്മയോട് പറഞ്ഞു. ഇരിട്ടിയിലെ അമല ഹോസ്പിറ്റലിലെ മുഹമ്മദ് ജവാദ് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം 2 ദിവസത്തിനുള്ളിൽ തലശ്ശേരി ഹോം ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ മോളെയും കൊണ്ടുപോയി. അവിടെ സൗമ്യ ഡോക്ടറെയാണ് കാണിച്ചത്. സൗമ്യ ഡോക്ടർ പറഞ്ഞു, ഇവളുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു കണ്ണ് ബ്ലോക്കായിട്ടുണ്ട്, ഉടനെ തന്നെ MRI എടുക്കണം, എത്രയും പെട്ടെന്ന് താമസിക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ കണ്ണൂർ ഡോക്ടർ ഷാജിസിലോട്ട് എഴുതി തന്നു. അങ്ങനെ കണ്ണൂർ ഡോക്ടർ ഷാജിസിന്ന് MRI എടുത്തു. MRI എടുക്കുമ്പോഴാണ് അറിയുന്നത് ഇവക്ക് ട്യൂമറാണെന്നുള്ളത്. ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു. ന്യൂറോ സർജനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്ന പോലെ ഓപ്പറേഷൻ ചെയ്യണം, എത്രയും പെട്ടെന്ന്, ഓപ്പറേഷൻ അല്ലാതെ വഴിയില്ലെന്ന്. 60% സാധ്യത, ബാക്കി നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന ഇതിലാണ് അവർ ചെയ്യുക.
അപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയമായിരുന്നു. എൻ്റെ ഉള്ളിൽ നിന്ന് വേണ്ട വേണ്ട എന്നൊരു സൗണ്ട് ഇങ്ങനെ ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാനങ്ങനെ അതിന് സമ്മതിച്ചില്ല. ഉടനെ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ അന്നിവിടെ വികാരിയായിട്ടിരുന്നത് ഫാദർ മാത്യു ചക്കിയാരത്തച്ഛനായിരുന്നു. അച്ഛനോട് പറഞ്ഞു കാര്യം. അപ്പോൾ അച്ഛൻ പറഞ്ഞു മംഗലാപുരം ഹെഡ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് മംഗലാപുരം ഹെഡ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നതിന് ശേഷമാണ് അവൾക്ക് തൈറോയിഡ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. അവൾ വളരുന്നില്ലായിരുന്നു, പൊക്കവും വെക്കുന്നില്ല, അതുപോലെ അവൾക്ക് വെയിറ്റും ഇല്ലായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു തൈറോയിഡ് കണ്ടുപിടിച്ചതിന് ഇതുമായി ബന്ധപ്പെട്ട് ഇവൾക്ക് തലച്ചോറിൽ ഇങ്ങനെ വന്നതാണ്, ഓപ്പറേഷൻ ചെയ്യണ്ട, അത് സക്സസ് ആവില്ല എന്ന് ആ ഡോക്ടർ ഉറപ്പ് പറഞ്ഞു. അങ്ങനെ 6 മാസം വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. 6 മാസത്തിന് ശേഷം ഒരു 8 മാസമൊക്കെ ആയപ്പോൾ വീണ്ടും MRI എടുക്കാൻ പറഞ്ഞു. അങ്ങനെ MRI എടുത്തു. MRI എടുക്കുമ്പം ആ MRIയിൽ ആ മുഴ ചെറുതായി ചുങ്ങിയതായിട്ട് കണ്ടു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ആ മുഴയ്ക്ക് മാറ്റമുണ്ട്, അതുകൊണ്ട് അത് പൂർണ്ണമായി മാറാൻ വഴിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് തുടരുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുട്ടിയെ അവിടെ അഡ്മിറ്റാക്കി ട്രീറ്റ്മെൻ്റ് എല്ലാം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു 4 വയസ്സുള്ളപ്പോൾ മുതലേ അവൾ ജോൺ പോൾ പാപ്പായോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമായിരുന്നു. അവൾക്ക് ജോൺ പോൾ പാപ്പായോട് പ്രത്യേക ഭക്തിയായിരുന്നു. പാപ്പായെ അവൾക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ അവൾ കാഞ്ഞിരക്കൊല്ലി സ്കൂളിലാണ് പഠിക്കുന്നത്. പോകുന്ന വഴിയിൽ പാപ്പായുടെ കപ്പേളയെങ്കിൽ അവൾ എത്തുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അധ്യാപകരെല്ലാം ഈ കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് പാപ്പായോട് മാധ്യസ്ഥം തേടി അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പാപ്പായാണ് അവൾക്ക് എല്ലാം നടത്തി കൊടുക്കുന്നതെന്ന്. ഞാൻ ജോൺബോൾ പാപ്പയോട് പറഞ്ഞിട്ട് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പാപ്പ ജോൺബോൾ പാപ്പ എന്നും പ്രാർത്ഥിച്ചിടണമേ, ഞങ്ങൾക്കായി ജോൺബോൾ പാപ്പ പ്രാർത്ഥിച്ചിടണമേ. പാപ്പ ജോൺബോൾ പാപ്പ എന്നും പ്രാർത്ഥിച്ചിടണമേ, ഞങ്ങൾക്കായി ജോൺബോൾ പാപ്പ പ്രാർത്ഥിച്ചിടണമേ. സഹനത്തിൻ നിഴൽ വീണ വഴിയിൽ സഞ്ചാരിയായൊരു പാപ്പ. ഞാൻ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് മോളുടെ ട്യൂമർ പൂർണ്ണമായും സുഖപ്പെട്ടിരിക്കുന്നു, ട്യൂമർ ഇല്ല എന്ന്. അങ്ങനെ അപ്പോൾ തന്നെ അച്ചുമോളെ വിളിച്ചു ഡോക്ടർ സന്തോഷം പങ്കുവെച്ചു. ഹലോ ഹലോ മോളെ ഇത് ഡോക്ടർ അരുണാണ്. എന്താ ഡോക്ടർ? ഡോക്ടറെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കണ്ടു. അതില് കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ് കേട്ടോ. കേട്ടോ, അങ്ങനെ ഓപ്പറേഷൻ വേണമെന്നോ ഇനി സർജറി വേണമെന്നോ അങ്ങനെയൊന്നും കാണുന്നില്ല. റിപ്പോർട്ടൊക്കെ നോർമലാണ് കേട്ടോ. ഓക്കെ ഓക്കെ മോളെ, ഓക്കെ.